ഇത് രണ്ടല്ല, പറയുന്നത് ഒന്നാണ്. നിങ്ങൾ അതിനെന്തിനാ രണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, കൃത്യനിഷ്ഠയോടെ നടക്കുകയാണ് വേണ്ടത്. അത് തന്നെയാണ് ഇപിയും പറയുന്നത്, അതിനെയാണ് ഞങ്ങളെല്ലാം പറയുന്നത്, അതാണ് പാർട്ടിയും പറയുന്നത്. അപ്പോൾ ഇന്നലെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത് ഒരു ഭിന്നസ്വരമായിരുന്നില്ല, നേതാക്കളെല്ലാം പറയുന്നതൊന്നാണ്, മാധ്യമങ്ങൾ പക്ഷേ അത് വക്രീകരിച്ച് നൽകുകയാണെന്നാണ് കെ ശൈലജ ടീച്ചർ ഇന്ന് ഡൽഹിയിൽ വെച്ച് പറയുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, അപ്പോൾ ഇന്നലെ പറഞ്ഞ ഭിന്നസ്വരം അതങ്ങനെയല്ല, നിങ്ങൾ വ്യാഖ്യാനിച്ചെടുത്ത് തെറ്റിയതാണ് എന്നാണ് ടീച്ചർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ കെ ശ്രീമതി ടീച്ചറുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം കൂട്ടി വായിച്ചുകൊണ്ട് ഈ വിഷയത്തെ വിവാദമാക്കേണ്ടതില്ല എന്ന രീതിയിൽ വൈൻഡപ്പ് ചെയ്യാനായോ, കൺക്ലൂഡ് ചെയ്യാനായോ? ഇല്ല, അത് അങ്ങനെ അങ്ങ് അവസാനിക്കുന്നതാണെന്ന് തോന്നുന്നില്ല സെയ്ഫു. കാരണം ഇ.പി. ജയരാജൻ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ വിവാദം ആയ പശ്ചാത്തലത്തിൽ അതിനെ തിരുത്തി പറയുന്നു എന്ന് കണക്കാക്കിയാൽ മാത്രം മതി. പക്ഷെ അതിനകത്ത് ഭിന്നസ്വരമുണ്ട്. അപ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കണമെന്ന് എം വി ഗോവിന്ദൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുത്താലും വരികൾക്കിടയിലൂടെ വായിച്ചെടുത്തില്ലെങ്കിലും ഇന്നലെ അവർ രണ്ടുപേരും പറഞ്ഞത് പാർട്ടി നിലപാടിന് വിരുദ്ധമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ അവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരാണ്. അത് ഏത് രാഷ്ട്രീയ നേതാക്കന്മാരും, അവർ പരിണിതഭക്തനായ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ ഓരോ വരികളും നമുക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ കൂടുതൽ അവരെന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് പറയുന്നത്. ഇന്നലെ എം വി ഗോവിന്ദന്റെ നിലപാടിനെയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നിലപാടിനെയും തള്ളിക്കൊണ്ട് തന്നെയാണ് ഇ.പി. ജയരാജൻ രംഗത്ത് വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് കെ ശൈലജയുമായി ബന്ധപ്പെട്ട വിഷയം. ഇപ്പോൾ ഇന്ന് രാവിലെ ലേഖനം വന്നപ്പോൾ പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് താൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ അവർ തിരുത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇന്നലെ പറഞ്ഞത് പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് എന്ന കാര്യത്തിലും യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. ഇതിപ്പോൾ തിരുത്തലിൻ്റെ ഒരു സമയമാണല്ലോ, മൊത്തം തിരുത്തലാണ്. ഇപ്പോൾ ഈ എം വി ഗോവിന്ദൻ ഇ.പി. ജയരാജനെ തിരുത്തുന്നു, കെ ശൈലജയെ തിരുത്തുന്നു, കെ ശ്രീമതി ഇവരെ രണ്ടുപേരെയും തിരുത്തുന്നു. അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ നടന്നു വരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും അത് പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി ഉറക്കെ പറയുകയാണ്. പാർട്ടി നിലപാട് സംസ്ഥാന സെക്രട്ടറി പറയുന്നതാണ് പാർട്ടി നിലപാട് എന്ന് നമുക്ക് കണക്കാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അത് CPM-നുള്ളിലെ ആഭ്യന്തര തർക്കമായി വേണമെങ്കിൽ നമുക്ക് കാണുകയും ചെയ്യാം. ആ പ്രശ്നം ഇപ്പോഴുണ്ടാവുന്നതല്ലല്ലോ സെയ്ഫു. ഇപ്പോൾ ഇ.പി. ജയരാജനും എം വി ഗോവിന്ദനും തമ്മിലുള്ള തർക്കം ഇപ്പോഴുണ്ടാവുന്നതല്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ വരികയും പിന്നീട് അദ്ദേഹത്തെ പോളിറ്റ് ബ്യൂറോയിലേക്ക് എടുക്കുകയും ചെയ്ത സമയം മുതൽ ആ തർക്കമുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരാതെ, LDF യോഗത്തിൽ പങ്കെടുക്കാതെ, LDF-ന്റെ കൺവീനറായിട്ട് അതിന്റെ ചുമതല നിർവഹിക്കാതെ തന്റെ പ്രതിഷേധം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആ വിഷയത്തിൽ ഇടപെട്ടത് സജീവമാവുകയും ചെയ്തു. പക്ഷേ ആ പടലപ്പിണക്കം ഇപ്പോഴും അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആ നിലപാടിനെ തള്ളിക്കൊണ്ട് മുതിർന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം തന്നെ ആ നിലപാട് പരസ്യമായ നിലപാടുമായി രംഗത്ത് വരുന്നത്. ഇപ്പോൾ കെ ശൈലജനെ തിരുത്തി പറയുന്നുണ്ട്, ഒരു പരിധിവരെയൊക്കെ തിരുത്തി അതിനെ പറയുന്നുണ്ട്. പക്ഷേ ഇ.പി. ജയരാജൻ അങ്ങനെ പറയുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിനുള്ള അതൃപ്തി അതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ പിണറായി വിജയനും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആ വിവാദത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകാൻ വേണ്ടി ഒരു തരത്തിൽ അവർ തയ്യാറാകില്ല. കാരണം ആദ്യഘട്ടം മുതൽ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് നിയമസഭയിലും അകത്തും പുറത്തുമെല്ലാം നിലപാട് സ്വീകരിച്ച് പരസ്യമായ വിമർശനങ്ങൾ ഇതിനകത്ത് ഉയർത്തിയവരാണ് ഈ പിണറായി വിജയനും എം വി ഗോവിന്ദനും എല്ലാം. അപ്പോൾ പിണറായി വിജയന്റെ ഒരു രീതി നമുക്കറിയാലോ. അദ്ദേഹം എന്തെങ്കിലും ഒരു വിഷയത്തിൽ, അത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും എല്ലാം അദ്ദേഹം എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ അതിൽ നിന്ന് പുറകോട്ട് അദ്ദേഹം പോകുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും തിരുത്തി ആരെങ്കിലും വിമർശനം ഉന്നയിച്ചു എന്നതിന്റെ പേരിലൊന്നും ആ നിലപാടിൽ നിന്ന്, അഴിമതി ആരോപണത്തിൽ നിന്ന് പിണറായി വിജയൻ യാതൊരു കാരണവശാലും പുറകോട്ട് പോകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും ചെയ്യും എന്ന് വേണം അനുമാനിക്കാൻ. യെസ്, അപ്പോൾ വിഴിഞ്ഞം വിഷയത്തിൽ ഓഹരി കൈമാറ്റ നിലപാടിനെതിരെ അതിനകത്ത് അഴിമതി ഉണ്ടെന്ന് കാട്ടി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചതാണ്. പക്ഷേ അതിനകത്ത് CPM-ൽ ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ ആ പാർട്ടി നേരിടുന്ന പ്രതിസന്ധി. വ്യത്യസ്ത അഭിപ്രായം മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെ രൂപപ്പെടുകയാണ്. അത് വിഴിഞ്ഞം വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ആ ഭിന്നതയെ കാണേണ്ടതില്ല. CPM-നകത്തിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന പ്രാസ്ഥാനികമായ തർക്കത്തെയോ അല്ലെങ്കിൽ തിരുത്തൽ പ്രോസസ്സിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളെയോ ഒക്കെ ആയി കൂട്ടി